എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ദാരിദ്ര്യത്തിലും ധനത്തിലും ഒരേപോലെ ദൈവത്തിൽ എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു മെസ്സേജിനെ കുറിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറിയത്. ആ ഒരു വചനം മറ്റൊന്നുമല്ല, യേശുവിൻ്റെ മൊഴികളാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നുള്ള ഈ ഒരു യേശുവിൻ്റെ മൊഴികൾ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ ഒരു മൊഴി കാണുന്നത്. അപ്പോൾ ഈ ഒരു മൊഴിയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉടക്കിയ ഒരു കാര്യമാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്? സാധാരണ ആത്മാവിൽ നിറവുള്ളവർ ഭാഗ്യവാന്മാർ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ചിന്ത. പക്ഷെ മറിച്ച് യേശു പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഈ ഒരു കാര്യം എന്നെ ഇങ്ങനെ വല്ലാതെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പല മെസ്സേജുകളൊക്കെ കേട്ടപ്പോൾ പലരുടെയും വ്യാഖ്യാനങ്ങളെന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഒരു വ്യാഖ്യാനങ്ങളും എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, എന്താണ് ഈ ഒരു ആത്മാവിൽ ദരിദ്രരായവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ ദൈവം എനിക്ക് മറ്റൊരു വചനത്തെ ഓർമ്മിപ്പിച്ചു തന്നു. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുള്ള വചനം. ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഒരു വാക്യം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ ഈ ഒരു വചനം വായിച്ചതിൽ കൂടി എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് യേശു ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞതിൽ കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു സാമ്പത്തിക ദാരിദ്ര്യത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. ഇപ്പോൾ ജോലിയില്ലാത്ത ജോലിക്ക് വേണ്ടി സ്ട്രൈവ് ചെയ്യും, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇത് സാമ്പത്തിക ദാരിദ്ര്യത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കുറവുകളും കഴിവുകളൊക്കെ നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആ കഴിവിനെയൊക്കെ ഓവർകം ചെയ്യാൻ നോക്കും. അപ്പോൾ ആ കഴിവ് കേട് അല്ലെങ്കിൽ ഈ കുറവുകൾ, ദാരിദ്ര്യങ്ങൾ നികത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കും. ഈ ഒരു പ്രയത്നിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് നമ്മളെ ഇതിന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങളിൽ നമ്മൾ ദരിദ്രരാണ്, നമ്മൾക്ക് കുറവുണ്ട്, നമ്മൾക്ക് ഇനിയും വേണം എന്നുള്ള തിരിച്ചറിവ് നമ്മളെ ചെന്നെത്തിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വേണം എന്ന ഒരു തിരിച്ചറിവിലേക്കാണ്. അപ്പോൾ ആത്മാവിൽ ദരിദ്രരാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുമ്പോൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങളെ കൂടുതൽ സമ്പാദിക്കാൻ നമ്മൾ നോക്കും. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിലേക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഇംബൈബ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാച്ചുറലി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുന്നു. ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിലുള്ള ആ ഒരു ദാരിദ്ര്യം നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളും ആക്കി തീർക്കും. ഇത് തന്നെയല്ലേ ദൈവം നമ്മളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ ആണ്. ഇതിന് പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവം നിറയ്ക്കും. അപ്പോൾ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളും ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശികളും നാച്ചുറലി ആയിത്തീരുകയാണ്. ഇത് തന്നെയല്ലേ യേശു ഉദ്ദേശിച്ചത്, യേശു പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, ഈ ഒരു ചിന്തയാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ നയിക്കുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ് യേശു ഈ ഒരു മൊഴിയിൽ കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ആത്മാവിൽ നിറവുള്ള ആളാണ്, എല്ലാം തികഞ്ഞ ആളാണ്, ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആളാണ് എന്നുള്ള തോന്നൽ നമുക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ കൂടുതൽ പുറപ്പെടുവിക്കുന്നതിനേക്കാട്ടിൽ പകരം ഈ ഫലങ്ങളൊക്കെ നമ്മളെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈഡ് നമ്മുടെ മനസ്സിൽ വന്ന് ഇതിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആത്മാവിൽ ദരിദ്രരാണ് എന്നുള്ള ആ ഒരു ചിന്ത വലിയൊരു മാറ്റമാണ് നമ്മളുടെ ജീവിതത്തിൽ വരുത്തുന്നത്.
അപ്പോൾ ഈ ഒരു ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കാണിക്കണമേ, എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ ഒരു മാറ്റമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരും. മത പ്രകടനങ്ങളോ മതപരമായ ആചാരങ്ങളോ ഒന്നുമല്ല ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ട് എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ കൂടി യേശുവിൻ്റെ ഈ ഒരു മൊഴിയെക്കുറിച്ചുള്ള ഒരു റെവലേഷനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ ആഗ്രഹിച്ചത്. ബ്ലെസ്സഡ് ആർ ദോസ് ഹു ആർ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ ദ കിങ്ഡം ഓഫ് ഹെവൻ ബിലോങ്സ് ടു ദം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ആത്മാവിൽ ദരിദ്രരാണ് എന്നുള്ള ചിന്ത നമ്മളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ. ഇനി എങ്ങനെ വന്നാലും എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ നീതിയിൽ ദരിദ്രരാണ് എന്നുള്ള അൾട്ടിമേറ്റ് ചിന്ത, അൾട്ടിമേറ്റ് റിയലൈസേഷനാണ് യേശുവിൻ്റെ നീതിക്കായിട്ട് നമ്മൾ ദാഹിക്കുന്നവരാക്കുന്നതും പൂർണ്ണമായിട്ടും യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ നീതി നമ്മുടെ ഹൃദയത്തിൽ നേടി നമ്മൾക്ക് നിത്യജീവനെ അവകാശമാക്കുന്നത്. ഈ ഒരു വചനത്തിൻ്റെ മറുവശവും കൂടിയാണത്. ആത്മാവിൽ ദരിദ്രരാണ് എന്നുള്ള ചിന്ത നമ്മളെ ദൈവത്തിൻ്റെ നീതിക്കായിട്ട് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാൻ നമ്മളെ മാറ്റട്ടെ, നമ്മുടെ ഹൃദയം മാറ്റട്ടെ, നമ്മുടെ ജീവിതം മാറ്റട്ടെ. സോ കം fall in love with Jesus and fall in love with the word of God.